സോ ഗൈസ്, NVIDIA അങ്ങനെ അവരുടെ RTX സ്പാർക്ക് ലാപ്ടോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. അടിപൊളി സാധനം. പക്ഷേ കുറേ ആൾക്കാർ, കുറേ മാക്ബുക്ക് ആപ്പിൾ ഫാൻ ബോയ്സ് എല്ലാം വന്ന് നിന്നിട്ട് ഭയങ്കര കുറ്റം പറച്ചിലാണ്. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? വിൻഡോസ് അല്ലേ ഇതിൻ്റെ അത്ര റൺ ചെയ്യാൻ പോകുന്നത്. വിൻഡോസ് ഒരിക്കലും ഒപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നില്ല. NVIDIAയും മൈക്രോസോഫ്റ്റും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും അൾട്ടിമേറ്റ് ഷിറ്റാണ് എന്നൊക്കെ രീതിയിലൊക്കെയാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്പെക് ഷീറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും MediaTekൻ്റെ ഒരു SoC, NVIDIAയുടെ ഒരു GPUയും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുള്ളൊരു ഒരൊറ്റ യൂണിറ്റ്, അതായത് GPU CPUയും കൂടെ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ അത് വരുന്നത്. അതുപോലെ തന്നെ യൂണിഫൈഡ് ആയിട്ടുള്ളൊരു മെമ്മറി സിസ്റ്റം 128 GB ഓഫ് മെമ്മറിയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഷിയർ പവർ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോകും. 1 പെറ്റാഫ്ലോപ്പാണ് ഇതിൻ്റെ AI പവറായിട്ട് പറയുന്നത്. 1000 ടെറാഫ്ലോപ്സ് ചേരുന്നതാണൊരു പെറ്റാഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന മാക്ബുക്കിലേക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്ബുക്കിൽ അറൗണ്ട് 4.3 സംതിങ് ടെറാഫ്ലോപ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എത്ര മടങ്ങ് ഇരട്ടിയാണ് ഇതിൻ്റെ പവർ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കുറേ ആൾക്കാർ ഇത് ബാറ്ററി എഫിഷ്യൻ്റ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ARM ബേസ്ഡ് ആയിട്ടുള്ള ഒരു MediaTek ചിപ്പാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഒരു നോർമൽ ഡേ ടു ഡേ പരിപാടികൾക്കൊക്കെ ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല. ബട്ട് ഇറ്റ് കംസ് ടു ഗെയിമിംഗ്, ഇതിനകത്ത് ഗെയിം ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഹോൾ ഡിഫറെൻറ്റ് സ്റ്റോറി ആയിരിക്കും. ബിക്കോസ് ഗെയിം ചെയ്യുമ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ പവർ യൂസ് ചെയ്യേണ്ടി വരും. ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ദർ വിൽ ബി ഒരു ചങ്ക്സ് ഓഫ് പവർ എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ് അതുപോലത്തുള്ള മീഡിയ പർപ്പസുകൾക്കൊക്കെ എന്തായാലും ഇത് ഒപ്റ്റിമൈസ് അവർ ചെയ്യും. ഉറപ്പായിട്ടും അത് ഒപ്റ്റിമൈസ് ചെയ്യും. NVIDIA ആണ് ഓൾമോസ്റ്റ് ഈ പറയുന്ന അഡോബിൻ്റെ ആയാലും ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്രിയേറ്റീവ് സോഫ്റ്റ്വെയർസും NVIDIA GPU ആയിട്ട് അങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ OS ഒപ്റ്റിമൈസ് ചെയ്യുക. അത് മാത്രമുള്ള അടുത്തൊരു വിഷയം. അതെന്തായാലും ഉറപ്പായിട്ടും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ന്യൂസ് കേട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ RTX സ്പാർക്കിലിടുന്ന അത് യൂസ് ചെയ്യുന്ന വിൻഡോസ് OSൻ്റെ കർണൽ NVIDIA റീ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അവർക്കറിയാം. പിന്നെ ഇത് കണ്ടിട്ട് കരയുന്ന മാക്ബുക്ക് ഫാൻ ബോയ്സിനോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു സാധനം വന്നാൽ നമ്മളൊക്കെ നല്ലതെന്ന് പറയും. മാക്ബുക്ക് ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് സോഫ്റ്റ്വെയറുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എഫിഷ്യൻ്റ് ആണ്. അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, പവർ എഫിഷ്യൻസി ഉണ്ട്. കുറേ നേരം അതിരുന്ന് ഒക്കെ വർക്ക് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗെയിം ചെയ്യാനോ അതല്ലാതെയുള്ള ബാക്കി പരിപാടികൾ, ഇപ്പോൾ AIയുടെ കാര്യം ആയിക്കോട്ടെ, ഈ പറഞ്ഞ RTX സ്പാർക്കിൻ്റെ അകത്ത് ഒരു AI മോഡൽ നമുക്ക് ലോക്കലായിട്ട് വേണേൽ റൺ ചെയ്യാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഇനി NVIDIA ഇത് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് കണ്ടറിഞ്ഞാൽ മതി. അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ല, മാക്ബുക്കിൻ്റെ കാര്യമൊക്കെ ഏതാണ്ട് തീരുമാനമാകും. സോ അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, ബൈ.